ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മെഴുവേലി ബാപ്പുജിയുടെ യമൻ എന്ന നോവലാണ്. അതിൻ്റെ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ അധ്യായം 9 ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. ശിവയോഗിയുടെ ശബ്ദം പതിഞ്ഞു. സുഖമായിരിക്കുന്നു അവർ? മിണ്ടിയില്ല ശിവയോഗി. ഭാസ്കരൻ്റെ മുഖത്ത് സംശയം വന്നു. അവരെവിടെ? അച്ഛനെക്കുറിച്ച് എനിക്കറിയില്ല. അമ്മ മുത്തമ്മയിൽ നിന്നും കേട്ട കാര്യം ശിവയോഗി ചുരുക്കി പറഞ്ഞു. ഭാസ്കരൻ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ വിരലുകൾ ഊരിയെടുത്തു. കരിക്കളത്തറവാട് ഭാഗം വയ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാണല്ലോ അവർ ഭാഗ്യത്തെയും ഭർത്താവിനെയും നിന്നെയും കൊണ്ടുപോയത്. രാത്രി യാത്ര വേണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞതാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഭാസ്കരൻ്റെ ശബ്ദം വിറച്ചു. ആരാ ഞങ്ങളെ കൊണ്ടുപോയത്? ശിവയോഗിയുടെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗമേറി. അപ്പാജിയും താപസനും. ശിവയോഗി ചാടി എഴുന്നേറ്റു. താപസൻ? ആരാണയാൾ? അങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേയില്ലല്ലോ. ബാക്കി പറഞ്ഞത് ചന്ദ്രലാലാണ്. ഭാഗ്യമാൻ്റെ വിവാഹം കഴിഞ്ഞ് ഇവിടെ എത്തി 1 മാസം കഴിഞ്ഞ് കാണും. അന്നാണ് അപ്പാജിയും താപസനും അടങ്ങുന്ന സംഘം ആദ്യം വരുന്നത്. ആദ്യമൊക്കെ ഒരുതരം ഭീഷണിയായിരുന്നു. പിന്നെ ഞങ്ങളൊന്നിനും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അനുരഞ്ജനത്തിൻ്റെ വഴിക്ക് വന്നു. വല്യച്ഛൻ ഈ നാട്ടിലെ പ്രമാണിയായിരുന്നു. അദ്ദേഹത്തോട് എതിർത്ത് നിൽക്കുവാൻ കഴിയില്ലെന്ന് അവർക്ക് ബോധ്യമായി കാണും. പിന്നെ ഈ പറഞ്ഞ താപസൻ ഇടയ്ക്കിടെ വന്ന് രാജാജി അങ്കിളുമായി കക്കട്ടാറിൻ്റെ തീരത്ത് പോയിരുന്ന് സംസാരിക്കുമായിരുന്നു. അയാൾ വന്നുപോയി കഴിഞ്ഞപ്പോൾ രാജാജി അങ്കിളിന് ഒരുതരം ഭ്രാന്ത് പോലെയായിരുന്നു. ആരോട് അതിൻ്റെ കാരണം പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ചന്ദ്രലാൽ പറഞ്ഞു നിർത്തി. ഓർമ്മയിൽ ചികഞ്ഞിട്ട് ഭാസ്കരൻ കൂട്ടിച്ചേർത്തു. അന്നിവിടെ ലാൻഡ് ഫോൺ പോലും ഇല്ലായിരുന്നു. കരിക്കളം തറവാട്ടിലേക്ക് അച്ഛൻ ഭാഗ്യത്തിൻ്റെ പേരിൽ ഒരുപാട് കത്തുകൾ അയച്ചു. ഒന്നിനും മറുപടി വന്നില്ല. അവസാനം ഒരു ദിവസം അച്ഛനും അമ്മയും കൂടി ദക്ഷിണ കന്നഡ ജില്ലയിലേക്ക് പോയി. 4-5 നാൾ കഴിഞ്ഞ് പരീക്ഷണരായിട്ട് മടങ്ങിയെത്തി. ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടും മറുപടി പറഞ്ഞില്ല. അതിൻ്റെ പിറ്റേന്ന് രാത്രിയിലാണ് അവർ ഇരുവരും. ഭാസ്കരനൊന്ന് തേങ്ങി. ആ മരണങ്ങൾക്ക് പിന്നിലും എനിക്ക് സംശയമുണ്ട്. ഇനിയും അറിയാനുണ്ട് ഒരുപാട്. പക്ഷെ നേരെ ഇരുട്ടി. മറ്റൊരിക്കൽ വരാം. പിന്നെ അവർ ചന്ദ്രലാലിന് നേർക്ക് തിരിഞ്ഞു. എനിക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനുണ്ട്. ഇന്ന് എൻ്റെ ജീപ്പാരോ കത്തിച്ചു. ഭീമരം കോളനിയിൽ വെച്ചുണ്ടായ ആ സംഭവം അവൻ പറഞ്ഞു. അതിന് നാളെ മതി. നിങ്ങൾ രണ്ടാളും ഇന്ന് ഇവിടെ താമസിക്കുക. പറയാനും അറിയാനും ഉള്ളതെല്ലാം ഇന്ന് തീർക്കാം. ഇല്ല, ശിവയോഗി തലകുടഞ്ഞു. നാളെ എനിക്കൊരു ശുദ്ധികലശമുണ്ട്. കക്കാട്ടുപുറത്തു നിന്നും പുണ്യകോടിയെയും സംഘത്തെയും കുടിയിറക്കുന്ന ജോലി. അത് കഴിഞ്ഞ് ഞാൻ വരാം. പുണ്യകോടി എന്ന പേര് കേട്ടതും ചന്ദ്രലാൽ നടുങ്ങി. ചേട്ടൻ ഒറ്റയ്ക്കവരെ? ശിവയോഗി ചിരിച്ചു. ഒറ്റയ്ക്കാണ് സുഖം. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവരെയും ശ്രദ്ധിക്കണമല്ലോ. ചന്ദ്രലാലിന് മറുപടിക്ക് കാക്കാതെ ഭാസ്കരനോട് യാത്ര പറഞ്ഞ് ശിവയോഗി മണിവർണ്ണയും കൂട്ടിയിറങ്ങി. ഈ രാത്രിയിൽ നിങ്ങളെങ്ങനെ പോകും? ഞാൻ കൊണ്ടുവിടാം. ചന്ദ്രലാലിൻ്റെ നിർദ്ദേശത്തോട് ശിവയോഗി അനുകൂലിച്ചു. ജീപ്പിലാണ് അവർ യാത്ര തിരിച്ചത്. പുണ്യകോടിയുമായി ചന്ദ്രൻ എന്തായിരുന്നു വിഷയം? കുന്നിറങ്ങുന്നതിനിടയിൽ ശിവയോഗി തിരക്കി. ആൾതാമസമില്ലെങ്കിലും കക്കാട്ടുപുറം എൻ്റെ തറവാടല്ലേ. പുണ്യകോടിയുടെ ശല്യം കൂടിയപ്പോൾ ഒരു ദിവസം ഞാൻ കയറി കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർത്തു. അവരുടെ വാറ്റുകന്ത്രമായിരുന്നു അത്. ശിവയോഗി അമർത്തിമൂളി. ചിറ്റാറിൽ ലോഡ്ജിന് മുന്നിൽ ശിവയോഗിയെയും മണിവർണ്ണയും ഇറക്കിയിട്ട് ചന്ദ്രലാൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് ജീപ്പ് ഓടിച്ചു പോയി. ഹോട്ടലിൽ നിന്നും വാങ്ങിയ പാഴ്സൽ കഴിച്ചിട്ട് കിടക്കുവാൻ ഭാവിക്കുകയായിരുന്നു ശിവയോഗിയും മണിവർണ്ണയും. പെട്ടെന്നാരോ വാതിലിൽ തട്ടി. ശിവയോഗി ചെന്ന് വാതിൽ തുറന്നു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. മുന്നിൽ CI ജബ്ബാറും 4 പോലീസുകാരും. അധ്യായം 15. ശിവയോഗി CI ജബ്ബാറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണ് സാറേ ഈ രാത്രിയിൽ? ജബ്ബാർ മീശത്തുമ്പൊന്ന് പിരിച്ചു. ശേഷം ശിവയോഗിയും മണിവർണ്ണയും മാറി മാറി ശ്രദ്ധിച്ചു. ഇവള് നിൻ്റെ ആരടാ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ്. അവൻ്റെ നെറ്റി ചൊളിഞ്ഞു.
അപ്പോൾ വിവാഹം ചെയ്യാതെ ഇവിടെ കൊണ്ടു നടന്ന് വ്യഭിചരിക്കുകയാണ് അല്ലേടാ? ജബ്ബാറിൻ്റെ സ്വരം കനത്തു. മണിവർണ്ണയുടെ മുഖം വിളറി. ശിവയോഗിയുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി മിന്നി. സാറേ, ഇവിടെ യാതൊരു ഇമ്മോറൽ ട്രാഫിക്കും നടന്നിട്ടില്ല. അല്ലെങ്കിൽ സാറിന് ഇവളോട് ചോദിക്കാം. എങ്കിലും ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് ഇന്നത്തെ പോലീസിന് ചേർന്നല്ല. ശിവയോഗിയുടെ സ്വരവും മാറി. എന്നെ ഉപദേശിക്കാൻ നീ ആരടാ? അടുത്ത നിമിഷം ജബ്ബാർ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. സാറേ, ശരീരത്തെ തൊട്ടുള്ള കളി വേണ്ട. ശിവയോഗി സിയയുടെ കയ്യിൽ പിടിച്ചു. ആഹാ, എങ്കിൽ അത് തന്നെ ഒന്ന് അറിയട്ടടാ. ജബ്ബാർ ഒന്നുകൂടി പിടിമുറുക്കി. നിന്നെ ഞാനങ്ങ് കൊണ്ടുപോവുകയാണ്. പെണ്ണ് കേസിനല്ല. ഇവളുമായി നീ കുമരംകുന്നിൻ്റെ താഴ്വാരത്തൊരു വീട്ടിൽ പോയില്ലടാ ഇന്ന് രാവിലെ. അവിടെ ഉണ്ടായിരുന്നവർ നിങ്ങളുടെ വ്യഭിചാര ശ്രമം എതിർക്കാൻ ശ്രമിച്ചപ്പോൾ നീ അവരെ തല്ലി. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുതൽ നിന്നെ തിരയുകയായിരുന്നു ഞാൻ. ജബ്ബാർ അവനെ പോലീസുകാർക്ക് നേർക്ക് തള്ളി. ടേക്കിം. 4 പോലീസുകാരും ചേർന്ന് ശിവയോഗിയെ പിടിച്ചമർത്തി. വിട്, എന്നെ വിട് സാറന്മാരെ. അവൻ കുതറി. മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ ഇവിടെ വെച്ചേ ഞങ്ങൾ ആചാരവെടി തുടങ്ങും. പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. പുണ്യകോടിയും മറ്റുമാണ് പരാതിക്കാർ എന്ന് ശിവയോഗിക്ക് ബോധ്യമായി. അവൻ അറിയിച്ചു. ഞാൻ വീട്ടിൽ പോയി എന്നതും അവരുമായി വഴക്കുണ്ടാക്കിയതും സത്യമാ സാറേ. പക്ഷേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ വീടാ. അവിടെ നിന്നും മാറിത്തരണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പോയത്. സ്തംഭയായി നിൽക്കുകയാണ് മണിവർണ്ണ. ശബ്ദം കേട്ട് ലോഡ്ജിലെ ചില മുറികളിലുണ്ടായിരുന്നവർ വാതിൽ തുറന്ന് എത്തി നോക്കി. പോലീസ് സംഘം ആണെന്ന് കണ്ടപ്പോൾ പിൻവലിയുകയും ചെയ്തു. ജബ്ബാർ മണിവർണ്ണയ്ക്ക് നേരെ തിരിഞ്ഞു. വനിതാ പോലീസ് ഇല്ലാത്തതിനാലും രാത്രി ആയതിനാലും നിന്നെ ഇപ്പോൾ കൊണ്ടുവന്നില്ല. പക്ഷെ നാളെ നിന്നെയും പൊക്കും ഞാൻ. മണിവർണ്ണയുടെ മുഖത്ത് ഒരു ഭാവമാറ്റം ഉണ്ടായി. സാറേ, എൻ്റെ നാട് കർണാടകയാണെങ്കിലും അമ്മ കർണാടകത്തിനും കേരളത്തിനിടയിൽ ഒരു ഗ്രാമത്തിലാണ്. ഞാൻ മലയാളം പത്രങ്ങൾ വായിക്കുകയും ന്യൂസ് ചാനലുകൾ ശ്രദ്ധിക്കാറുണ്ട്. അവയിൽ പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് സാറിൻ്റെ മുഖം. കോവിഡ് കാലത്ത് നിസാര കാരണങ്ങൾ പറഞ്ഞ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും നല്ല പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയതും സാറിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറായി ഇങ്ങോട്ടെന്നും എനിക്കറിയാം. എടി, പല്ല് ഞെരിച്ചുകൊണ്ട് ജബ്ബാർ മണിവർണ്ണയ്ക്ക് നേരെ കൈ ചൂണ്ടി തെറി വിളിക്കാൻ ഭാവിച്ചു. എന്നാൽ അവൾ പതറിയില്ല. സാറേ, അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുന്ന സാറിൻ്റെ തന്ത്രമുണ്ടല്ലോ, അതെന്നോട് വേണ്ട. ഇത് നിങ്ങൾ കരുതുന്ന പോലെയുള്ള പെണ്ണല്ല. മണിവർണ്ണ ചീരി. മുഖമടിച്ച് തുപ്പൽ വീണത്ത ഭാവത്തിലായിരുന്നു ജബ്ബാർ. പെണ്ണൊരു പരാതി കൊടുത്താൽ അവൾക്ക് വേണ്ടി വാദിക്കാനും പോലീസിനെ താറടിക്കാനും ഒരുപാട് പേരുണ്ടെന്ന് അവൾക്കറിയാം. മണിവർണ്ണയ്ക്ക് ഇത്രയും ധൈര്യമുണ്ടെന്ന് ശിവയോഗിക്ക് പോലും മനസ്സിലാവുന്നത് അപ്പോഴാണ്. നാളെ നേരെ ഒന്ന് പുലർന്നോട്ടടി, നിനക്കുള്ള പണി ഞാൻ തന്നിരിക്കും. ജബ്ബാർ തിരിഞ്ഞ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. അവനെ കൊണ്ടുപോ. മണി, നീ വാതിലടച്ചോ. ഞാനല്ലാതെ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്. മുന്നോട്ട് നടക്കുന്നുണ്ടിൽ ശിവയോഗി വിളിച്ചു പറഞ്ഞു. CI സാറേ, പിന്നിൽ നിന്നും മണിവർണ്ണ വിളിച്ചു. ജബ്ബാർ തിരിഞ്ഞു നോക്കി. ഈ കൊണ്ടുപോകുന്നത് പോലെ ശിവയെ തിരികെ വിട്ടേക്കണം, അല്ലെങ്കിൽ പിന്നീട് സാറിന് ദുഃഖിക്കേണ്ടി വരും. പോടി. ജബ്ബാർ പുച്ഛത്തോടെ അത് അവഗണിച്ചു. ഇടനാഴിക്കുമപ്പുറം ശിവയോഗിയും പോലീസുകാരും മറഞ്ഞതും മണിവർണ്ണ വാതിലടച്ചു. പിന്നെ തിടുക്കത്തിൽ ശിവയോഗിയുടെ ഫോണെടുത്ത് അതിൽ SI ചന്ദ്രലാലിൻ്റെ നമ്പർ സേവ് ചെയ്തിരുന്നു. അവൾ ആ നമ്പറിലേക്ക് കോൾ അയച്ചിട്ട് അതിദ്രുതം മിടിക്കുന്ന ഹൃദയത്തോടെ കാതോർത്തു. ബൊലീറോയിൽ കയറ്റിയ ശിവയോഗിക്ക് ഇരുവശത്തും ഓരോ പോലീസുകാരിരുന്നു. 2 പേർ പിന്നിലും CI മുന്നിലും കയറി. പോലീസ് ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ലിവർ തട്ടി. എടുത്തു ചാടും പോലെ ബൊലീറോ കുതിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതെ അത് നേരെ നീങ്ങുമ്പോൾ ശിവയോഗി പോലീസുകാരെ ശ്രദ്ധിച്ചു. നമ്മൾ സ്റ്റേഷനിലേക്കല്ലേ സാറേ പോകുന്നത്? മിണ്ടാതിരിക്കട അവിടെ. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാം. CI പിറകിലേക്ക് തിരിഞ്ഞു. ശിവയോഗി പിന്നെ മിണ്ടിയില്ല. അല്പദൂരം ഓടിയിട്ട് ബൊലീറോ വലത്തേക്ക് തിരിഞ്ഞ് ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി. അതൊരു കയറ്റമായിരുന്നു. അതിനിടെ പാർത്ഥസാരഥി ക്ഷേത്രം എന്നൊരു സൈൻ ബോർഡ് ശിവയോഗി ബൊലീറോയുടെ വെളിച്ചത്തിൽ കണ്ടു. കയറ്റം കയറി ഭൂമിയുടെ നെറുകയിലെത്തിയതുപോലെ ബൊലീറോ നിന്നു. ചതുരക്കള്ളിപ്പാറയുടെ മുകളിലായിരുന്നു അത്. ഇറങ്ങി വാടാ പറഞ്ഞിട്ട് CIയും പോലീസുകാരും ഇറങ്ങി. നേർത്ത നിലാവെളിച്ചം ഉണ്ടായിരുന്നു. ശിവയോഗി ചുറ്റുപാടും നോക്കി. 2-3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുള്ള നിരപ്പായ പാറ. ഒരു ഭാഗത്ത് ക്ഷേത്രം കാണാം, മറുഭാഗത്ത് ഏതാനും വീടുകളും ഒരു പീടികയും. താഴ്വാരയിലെ വീടുകളിലെ വെളിച്ചം അഗാധ ഗർത്തത്തിൽ എന്നവണ്ണം തോന്നി. കാറ്റ് വീശിക്കൊണ്ടിരുന്നു.
ശിവയോഗിയുടെ മുടിയിഴകൾ ഇളകി മുഖത്തേക്ക് വീണു. അവൻ അത് കൈകൊണ്ട് മാടിയൊതുക്കുമ്പോൾ 2 പോലീസുകാർ മിന്നൽ വേഗത്തിൽ അവൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ച് തിരിച്ചു വിലങ്ങിട്ടു. ഏയ്, എന്തായത്? അവൻ വെട്ടിത്തിരിഞ്ഞു. അതൊക്കെ ഉടൻ തന്നെ നിനക്ക് മനസ്സിലാകും. പറഞ്ഞത് CA ജബ്ബാറാണ്. നടക്കട അങ്ങോട്ട്. പോലീസുകാർ അവനെ മുന്നോട്ട് തള്ളി. കൈകൾ പിന്നിലേക്കായതിനാൽ ശിവയോഗി ഒന്ന് വെച്ചു. വീഴുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതിടാ. പോലീസുകാരിൽ ഒരാൾ അവൻ്റെ ഷർട്ടിൻ്റെ പിൻകോളറിൽ പിടിച്ച് നേരെ നിർത്തി. സാറേ വേണ്ട, നിങ്ങൾ കളിക്കുന്നത് തീക്കളിയാ. പാറയ്ക്ക് മുകളിൽ ശിവയോഗിയുടെ ശബ്ദം മുഴങ്ങി. ജബ്ബാർ ചിരിച്ചു. എടാ, കളിക്കുകയാണെങ്കിൽ അത് മിനിമം തീയോടെങ്കിലും ആയിരിക്കണം. പാറയുടെ അങ്ങേ ചെരുവിനോട് ചേർന്ന് ഒരു വെളുത്ത അംബാസിഡർ കാർ കിടക്കുന്നത് ശിവയോഗി കണ്ടു. അവൻ്റെ പുരികം ചുളിഞ്ഞു. പുണ്യകോടിയുടെ കാറിലെ അതെന്നൊരു സംശയം. എങ്കിൽ അയാൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ് ജബ്ബാർ. തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ കാര്യം അവന് വ്യക്തമായി. കാറിൻ്റെ അടുത്തുകൂടി പോലീസ് സംഘം അവനെ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തേക്ക് നടത്തി. അവിടെ വിശാലമായൊരു പാറയായിരുന്നു. അവിടെ വിള്ളലിൽ ചില വൃക്ഷങ്ങൾ, പാറയിൽ ചെറിയ നീർച്ചാലുകളുടെ വഴുവഴുക്ക്. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഏതാനും പേർ പാറപ്പുറത്ത് വട്ടമിട്ടിരുന്ന് മദ്യപിക്കുന്നത് കണ്ടു. എടാ, ജബ്ബാർ വിളിച്ചു. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഒരാൾ ഗ്ലാസ്സിൽ മദ്യം പകർന്ന് ജബ്ബാറിന് നീട്ടി. ആദ്യം ഇതങ്ങ് പിടിപ്പിക്കും സാറേ. തൊട്ടൊക്കെ ഒന്നുമില്ലടാ സത്താറേ. ഗ്ലാസ് വാങ്ങുന്നതിനിടയിൽ ജബ്ബാർ തിരക്കി. ഓംലെറ്റ് ഉണ്ട്. സത്താർ ഒരു വാഴയിലയിൽ ഇരുന്ന ഓംലെറ്റ് ഉയർത്തി. ഒറ്റപ്പിടിക്ക് ജബ്ബാർ മദ്യം അകത്താക്കി. പിന്നെ പാറയിലേക്കൊന്ന് നീട്ടിത്തുപ്പിയിട്ട് മുട്ട ഓംലെറ്റ് അല്പം മുറിച്ച് വായിലിട്ടു. തുടർന്ന് പറഞ്ഞു, എൻ്റെ വാക്കു ഞാൻ പാലിച്ചടാ പുണ്യകോടി. അതുപോലെ നിങ്ങളും വാക്കു പാലിക്കണം. ഇവനെ കൊന്നുകളഞ്ഞാൽ ഉടൻ അവളുണ്ടല്ലോ, ഇവൻ്റെ കൂടെ വന്ന ആ സുന്ദരി, അവൾ എൻ്റെ അടുത്തെത്തിയിരിക്കണം. പിന്നെ ഒന്നോർത്തണം, വെറും പെണ്ണല്ല അവൾ, നല്ല ഒന്നാം തരം കാന്താരി മുളക. സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. പുണ്യകോടി ചിരിച്ചു. എല്ലാം കേട്ട് സ്തംഭനായി നിൽക്കുകയായിരുന്നു ശിവയോഗി. എങ്കിൽ സാർ ഉദ്ഘാടനം നടത്തിയിട്ട് പൊയ്ക്കോ. സത്താർ ഒരു കുപ്പി മദ്യമെടുത്ത് പോലീസുകാർക്ക് നീട്ടു. പോകുന്ന വഴിക്ക് കഴിക്കാം. മോനെ ശിവയോഗി, അവൾ എന്താണ് എന്നോട് പറഞ്ഞത്? കൊണ്ടുപോകുന്ന പോലെ തന്നെ തിരിച്ചു വിട്ടേക്കണമെന്ന് അല്ലേ? ചോദിച്ചറും ജബ്ബാർ കൈവീശി ഒറ്റയടി. ശിവയോഗിയുടെ കവിളടക്കം അമർത്തിയ ഒരു ഞരക്കത്തോടെ ശിവയോഗി വേച്ചു വീണു. അപ്പോഴും അവൻ പറഞ്ഞു, സാറേ 2 വട്ടം കൂടി ചിന്തിച്ചിട്ട് മതി. ഈ തെണ്ടികൾക്ക് എന്നെ എറിഞ്ഞു കൊടുത്തിട്ട് സാറ് പോയാൽ പിന്നെ സാറിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനായിരിക്കും. ജബ്ബാർ ഏതോ വലിയ തമാശ കേട്ടതുപോലെ ഉച്ചത്തിൽ ചിരിച്ചു. അതിന് നീ ഇനി ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടടാ. അയാൾ പുണ്യകോടിക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. പിന്നെ പോലീസുകാരൻ്റെ കൈവശമായിരുന്ന വിലങ്ങിൻ്റെ കീ വാങ്ങി അയാൾ പുണ്യകോടി ഏൽപ്പിച്ചു. അഥവാ ശവശരീരം ആരെങ്കിലും കണ്ടെത്തിയാൽ പോലും അതിൽ വിലങ്ങുണ്ടാകരുത്. ഭദ്രമായി അതെൻ്റെ കയ്യിലെത്തിച്ചിരിക്കണം. ഏറ്റു സാറേ. പോലീസുകാർ മടങ്ങുന്നത് നോക്കി പുണ്യകോടിയും സംഘവും നിന്നു. ഇതിനിടെ കൈമുട്ടുകൾ നിലത്തമർത്തി ശിവയോഗി പാറമേൽ എഴുന്നേറ്റിരുന്നു. തുടർന്ന് വിലങ്ങണിഞ്ഞ കൈകളുടെ അടിയിലൂടെ മുന്നോട്ട് നീക്കി. ശരീരം വളച്ച് കൈകൾ കാൽപാദങ്ങളിലൂടെ ഊരിയെടുത്തത് ആരും ശ്രദ്ധിച്ചില്ല. പോലീസ് ജീപ്പ് സ്റ്റാർട്ടായി വട്ടം തിരിഞ്ഞ് പോകുന്നതിൻ്റെ വെളിച്ചം വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ അവരുടെ തലയ്ക്ക് മീതെ വീശിയകന്നു. അപ്പോൾ ഇനി അവൻ്റെ അന്ത്യകൂദാശ അങ്ങ് നടത്തേക്കാം. പുണ്യകോടി തിരിഞ്ഞു. നീ നിൻ്റെ പേരെന്താടാ രാവിലെ വിളിച്ചു പറഞ്ഞത്? ശിവയോഗി കരിക്കളം അപ്പാജി എന്ന് അല്ലേ? അങ്ങനെ ഒരു പേര് കേട്ടാ ഞങ്ങൾ മുണ്ടിലൊന്ന് മുള്ളിപ്പോകുമെന്ന് നീ കരുതിയോ? പുണ്യകോടി ചോദിച്ചതും കാലുയർത്തി അവൻ്റെ നെഞ്ചിൽ ചവിട്ടിയതും ഒന്നിച്ചായിരുന്നു. ഒറ്റ നിമിഷം ശിവയോഗി മിന്നൽ വേഗത്തിൽ കൈകൾ ഉയർത്തി. വിലങ്ങു ചേർന്നുള്ള പൂട്ട് വീണതും പുണ്യകോടിയുടെ വലതുപാദത്തിൽ. അയാളുടെ അനുചരന്മാർ കാണുന്നത് ശിവയോഗി ചാടി എഴുന്നേൽക്കുന്നതും പുണ്യകോടി അലറിക്കൊണ്ട് മലർന്നു വീഴുന്നതുമാണ്. അയാളുടെ ഒച്ച മലമടക്കുകളിൽ പ്രതിധ്വനിച്ചു. ശിവയോഗി ഗർജിച്ചു. കൈകളിൽ ഒരു വിലങ്ങിട്ടാൽ എന്നെ ഏതാണ്ടങ്ങ് കാണിക്കാമെന്ന് നീയൊക്കെ കരുതിയോ? ചോദിക്കുന്നതിനിടയിൽ അവൻ തൊട്ടടുത്ത് നിന്നിരുന്നവൻ്റെ കഴുത്തിൽ 2 കൈകളും കോർത്ത് ഇടിച്ചു. അയ്യോ! അയാളും വേച്ചുപോയി. പുണ്യകോടി ചാടി എഴുന്നേറ്റു. സത്താറേ, കത്തിയെടുക്കടാ. സത്താർ ആദ്യം തങ്ങൾ ഇരുന്ന ഭാഗത്തേക്ക് കുതിച്ചു. മറ്റുള്ളവർ ശിവയോഗിക്ക് ചുറ്റും ഒരു വലയം തീർത്തു. വാടാ വാ. ശിവയോഗി കരുതലോടെ വട്ടം തിരിഞ്ഞു.
കത്തിയുമായി സത്താർ കുതിച്ചുയർന്നു വന്നു. ശിവയോഗി ഒരു വശത്തേക്കൊഴിഞ്ഞു. എന്നാൽ തൻ്റെ ഇടതുതോളിന് താഴെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടത് അവൻ അറിഞ്ഞു. കാര്യമാക്കിയില്ല. ആദ്യം വരുന്ന ശത്രുവിനെ ആക്രമിക്കാൻ അവൻ സജ്ജനായി. അടുത്ത നിമിഷം പാറയ്ക്ക് മുകളിലേക്ക് 2 വാഹനങ്ങൾ ഇരച്ചു കയറി വന്നു. ജബ്ബാർ സാറ് തിരിച്ചു വന്നു. പുണ്യകോടി പിറുവിറുത്തു. എങ്കിൽ ഇവനെ കുത്തിക്കീറുന്നത് സാറിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആകട്ടെ. പുണ്യകോടിയുടെ അംബാസിഡർ കാറിൻ്റെ തൊട്ടരികിൽ 2 വാഹനങ്ങളും ബ്രേക്കിട്ടു. ഒരു ബൊലോറയും ഒരു മഹീന്ദ്ര ജീപ്പും. അവയിൽ നിന്നും കുറേ പേർ ചാടിയിറങ്ങി. നേരെ ശിവയോഗിയും മറ്റും നിന്നിരുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. അതിനിടെ ചില ടോർച്ചുകളിൽ വെളിച്ചം അവരിൽ പതിഞ്ഞു. കോടിച്ചേട്ടാ, സത്താർ അർദ്ധശങ്കയോടെ എന്തോ പറയുവാൻ ഭാവിച്ചു. പക്ഷേ ഓടിയെത്തിയവർ അവരെ വളഞ്ഞു. ഒരുത്തനോ അനങ്ങരുത്, ഓടാൻ ശ്രമിച്ച വെടിവെച്ച് വീഴ്ത്തും ഞാൻ. ഒരു ഗർജനം. ആ ശബ്ദത്തിൻ്റെ ഉടമയെ ശിവയോഗിയും പുണ്യകോടിയും തിരിച്ചറിഞ്ഞു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചന്ദ്രലാൽ. ചന്ദ്ര, ആഹ്ലാദത്തോടെ ശിവയോഗി വിളിച്ചു. ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ചന്ദ്രലാൽ അവൻ്റെ അടുത്തെത്തി. ഇല്ല, കയ്യിൽ ആഭരണം ഉണ്ടെന്നേ ഉള്ളൂ. അവൻ ചിരിച്ചു. പുണ്യകോടിക്കും അനുചരന്മാർക്കും എന്തു ചെയ്യണമെന്ന് അറിയില്ല. ഓടിയാൽ രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് അവർക്കുറപ്പായി. മാത്രമല്ല, പരന്ന പാറ അവസാനിക്കുന്നതിനുമപ്പുറം ചെങ്കുത്തായ ഗർത്തമാണ്. ചന്ദ്രലാൽ തിരിഞ്ഞു. റിവോൾവർ വലിച്ചെടുത്ത് പുണ്യകോടിയുടെ നെറ്റിയിൽ പുരികങ്ങൾക്ക് മധ്യേ കുത്തിയമർത്തി. നിന്റെ ഈ വൃത്തികെട്ട തലയിൽ ഒരു തുളയിടാൻ പോവുകയാണ് ഞാൻ. പൊട്ടിക്കട്ടെ. പുണ്യകോടി അടിമുടി വിറച്ചു. അയാൾക്ക് മിണ്ടാനായില്ല. ആരുടെ കയ്യിലടാ ഈ വിലങ്ങിൻ്റെ കീ? ചന്ദ്രലാൽ ചുറ്റും നോക്കി. പുണ്യകോടി അതെടുത്ത് നീട്ടി. ചന്ദ്രലാൽ അത് വാങ്ങി കോൺസ്റ്റബിൾ ദിവാകരനെ ഏൽപ്പിച്ചു. ശിവയോഗിയുടെ കയ്യിലെ വിലങ്ങഴിഞ്ഞു. ഇനി ചേട്ടന് വേണമെങ്കിൽ ഇവരെ കൈകാര്യം ചെയ്യാം, ചന്ദ്രലാൽ പറഞ്ഞു. അത് വേണ്ട അനിയ. ഇവർക്ക് ഞാനൊരു ഡെഡ് ലൈൻ നൽകിയിട്ടുണ്ട്, നാളെ പ്രഭാതം വരെ. അപ്പോൾ ഇവർ എന്നെ അനുസരിച്ചില്ലെങ്കിൽ എൻ്റെ വിശ്വരൂപം ഇവർ കാണും. പിന്നെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവരുടെ പേരിൽ കേസെടുക്കാനും പാടില്ല. കാരണം ഇവരെക്കാൾ കൊടും ക്രിമിനലായ ഒരുത്തനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, CI ജബ്ബാർ. ശിവയോഗിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. എന്നാലും ഇവന്മാരെ വിടുക എന്ന് പറഞ്ഞാൽ ചന്ദ്രലാലിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. വിട്ടേരടാ. ശിവയോഗി അയാളുടെ തോളിൽ കൈവച്ചു. അവൻ പുണ്യകോടിയുടെ നെറ്റിൽ നിന്നും റിവോൾവർ മാറ്റി. പോയിക്കോടാ. പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ പുണ്യകോടിയും സംഘവും പോയി. അംബാസിഡർ കാർ സ്റ്റാർട്ടായി. ചേട്ടന് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ പറഞ്ഞത്? വിശ്വാസം വരാതെ എന്ന വണ്ണം ചന്ദ്രലാൽ അവൻ്റെ ശരീരത്തിലേക്ക് ടോർച്ച് തെളിച്ചു. പൊടുന്നനെ അയാളുടെ നെറ്റി ചുളിഞ്ഞു. ശിവയോഗിയുടെ ഇടത്തു തോളിൽ ഷർട്ട് കീറിയിരിക്കുന്നു. അവിടെ ഒലിച്ചിറങ്ങിയ ചോര. ചേട്ടാ ഇതെന്താ? അവളുടെ ശബ്ദത്തിൽ ഉത്കണ്ഠ തിങ്ങി. ഓ ഇതോ? ശിവയോഗി കൈതിരിച്ചു നോക്കി. കത്തി കൊണ്ടൊന്ന് പോറിയതാ. എങ്കിൽ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാം. ചന്ദ്രലാലിന് തിടുക്കായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ. മാത്രമല്ല, എനിക്ക് അത്യാവശ്യമായ ഒരു ജോലി പൂർത്തിയാക്കാനുണ്ട്. വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ല. അതിരിക്കട്ടെ, നിങ്ങൾ കൃത്യസമയത്ത് ഇവിടെ എങ്ങനെ എത്തി? ശിവയോഗി ചന്ദ്രലാലിനെ സൂക്ഷിച്ചു നോക്കി. ചേട്ടനെയും ചേച്ചിയും ലോഡ്ജിന് മുന്നിൽ ഇറക്കിയിട്ട് ഞാൻ സ്റ്റേഷൻ വരെ പോയിരുന്നു. അവിടെ പുണ്യകോടി കൊടുത്തയച്ച പരാതിയെക്കുറിച്ച് അറിഞ്ഞു. അതോടെ ഇന്നെന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ജബ്ബാർ സാറും പുണ്യകോടിയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളുണ്ടെന്നത് ഞങ്ങൾക്കറിയാം. അതിനാൽ തന്നെ ഇവിടെ എന്ത് നടന്നാലും ശ്രദ്ധിക്കണമെന്ന് വിശ്വസ്തരായ ഇവരെ ഏർപ്പാട് ചെയ്തിരുന്നു. ജബ്ബാർ സാറിൻ്റെ നീക്കം മണത്തറിഞ്ഞ ഇവർ എനിക്ക് വിവരം തന്നു. ഞാൻ ഇവിടേക്ക് പുറപ്പെടുന്ന നേരത്ത് മണിവർണ്ണ ചേച്ചി വിളിക്കുകയും ചെയ്തു. ചന്ദ്രലാൽ പറഞ്ഞു നിർത്തി. പിന്നെ തിരക്കി. ഈ രാത്രിയിൽ ചേട്ടനിന് എന്ത് ചെയ്യാം? പറയാം. ചന്ദ്രലാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവയോഗി പോലീസ് വാഹനങ്ങൾക്ക് അടുത്തേക്ക് നടന്നു. അതിനിടെ ശബ്ദം താഴ്ത്തി കാര്യം അവതരിപ്പിച്ചു. ചന്ദ്രലാൽ നടുങ്ങിപ്പോയി. ചേട്ടാ, അതൊക്കെ വലിയ പുലിവാലാകും. ഒന്നുമില്ലടാ, നീ നോക്കിക്കോ. പിന്നെ ഈ കാര്യം നീ അറിഞ്ഞിട്ടേ ഇല്ല. എന്തു ചെയ്യണമെന്നറിയാതെ ചന്ദ്രലാൽ പകച്ചു. നിയമപാലകൻ എന്ന നിലയ്ക്ക് തനിക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. രാത്രി 12 മണി. മണിയാർ ഡാമിൻ്റെ അടുത്തുള്ള സർക്കാർ തേക്ക് തോട്ടത്തിന് സമീപം ഒരു കെട്ടിടത്തിലാണ് CI ജബ്ബാർ താമസിക്കുന്നത്. ആരെങ്കിലും കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ സ്റ്റേഷനടുത്തുള്ള താമസം അപകടകരമാണെന്ന് ജബ്ബാറിനറിയാം. അതുകൊണ്ടാണ് ആൾ ഇത്ര അകലെ താമസിക്കുന്നത്. മാത്രമല്ല, മദ്യസേവയ്ക്കും സ്ത്രീ സമ്പർക്കത്തിനും ഇവിടമാണ് ഉചിതം. ഫാമിലിയെ കൊണ്ടുവന്നിട്ടുമില്ല. കോളിംബൽ നിർത്താതെ മുഴങ്ങുന്നത് കേട്ട് ജബ്ബാർ ഉണർന്നു. സെൽഫോൺ എടുത്ത് സമയം നോക്കി. ഈ നേരത്തെ ഏതവനാടാ എന്ന് പിറുവിറുത്തുകൊണ്ട് അയാൾ എഴുന്നേറ്റ് ലൈറ്റ് തെളിച്ചു. ശേഷം
മുണ്ടൊന്ന് അഴിച്ചെടുത്തുകൊണ്ട് മുൻവശത്തെ മുറിയിലേക്ക് എത്തി ലൈറ്റിട്ടു. ബെൽ നിർത്താതെ മുഴങ്ങുകയാണ്. അപ്പോഴും രോക്ഷത്തോടെ ജബ്ബാർ വാതിൽ വലിച്ചു തുറന്നു. അടുത്ത സെക്കൻഡിൽ പുറത്തെ ഇരുട്ടിൽ നിന്നും ഒരു മുഷ്ടി ചീറി വന്നു. ഇരു കണ്ണുകളും മൂക്കും ചേർത്തായിരുന്നു ഇടി. വല്ലാത്തൊരലർച്ചയോടെ CI ജബ്ബാർ പിന്നോട്ട് തെറിച്ചു വീണു. അധ്യായം 16. എടാ, ഒരു ചീത്ത വിളിച്ചുകൊണ്ട് CI ജബ്ബാർ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നാൽ അയാൾക്ക് മുന്നിലെ കാഴ്ച വ്യക്തമായില്ല. ഒരു നിഴൽ അകത്തേക്ക് വരുന്നത് മാത്രം കണ്ടു. കണ്ണുകൾ രണ്ടും ചതഞ്ഞു പോയിരിക്കുന്നു. മൂക്കിൻ്റെ പാലം തകർന്ന് രക്തം ചുണ്ടിലേക്ക് ഒലിച്ചിറങ്ങി. ഏത് കഴിവേറിയുടെ മോനടാ? കൊല്ലും ഞാൻ. ശത്രുവിൻ്റെ സ്ഥാനം മനസ്സിലാക്കാതെ അയാൾ കൈവീശി അടിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം പുറത്തെ ഇരുട്ടിൽ നിന്നിരുന്ന ആൾ വാതിൽപ്പടി കടന്ന് ഭിത്തിയിൽ ചാരി നിന്നു. ശിവയോഗി. അവന് പിന്നാലെ ചീറ്റപ്പുലിയെപ്പോലെ മറ്റൊരാൾ കൂടി അകത്തു കയറി. മണിവർണ്ണ. അവളുടെ കയ്യിൽ പുറത്ത് അയയിൽ ഉണക്കാനിട്ടിരുന്ന ജബ്ബാറിൻ്റെ ഒരു കാക്കി പാൻസ് ഉണ്ടായിരുന്നു. ശബ്ദിക്കരുത് എന്ന ആംഗ്യം കാണിച്ചിട്ട് ശിവയോഗി അവൾക്ക് കണ്ണുകൾ കൊണ്ട് ഒരു സജ്ഞ നൽകി. കരുതലോടെ മണിവർണ്ണ മുന്നോട്ട് നീങ്ങി. പിന്നെ എല്ലാം വേഗത്തിനായിരുന്നു. ഒറ്റച്ചവിട്ടിന് മണിവർണ്ണ ജബ്ബാറിനെ പിന്നെയും സെറ്റിയിലേക്ക് വീഴ്ത്തി. അനന്തരം മിന്നൽ പിണർ കണക്കെ സെറ്റിക്ക് പിന്നിലെത്തി. കാക്കി പാൻസിൻ്റെ അരഭാഗം ജബ്ബാറിൻ്റെ തലയിലൂടെ വലിച്ചിറക്കി സിബും വലിച്ചിട്ടു. അതോടെ ജബ്ബാർ തീർത്തും ഇരുട്ടിലായി. പാൻസ് വലിച്ചു നീക്കുവാനുള്ള അയാളുടെ ശ്രമം നടന്നില്ല. പിറകിൽ നിന്നുകൊണ്ട് മണിവർണ്ണ അയാളുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു. കാതുകൾ ചേർത്ത്. പാൻസിനുള്ളിൽ നിന്നും ജബ്ബാറിൻ്റെ വികൃത ശബ്ദം പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇനി താൻ എന്ത് പറഞ്ഞാലും അയാൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയില്ലെന്ന് മണിവർണ്ണയ്ക്ക് ഉറപ്പായി. എൻ്റെ ശിവയെ കൊന്നിട്ട് നിനക്ക് എൻ്റെ കൂടെ കഴിയണമെന്ന് അല്ലേടാ ജബ്ബാർ പട്ടി. ശിവയെ തുടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ കൈവച്ചു അല്ലേ? ഒരു പോലീസ് ഓഫീസർ ഗുണ്ടകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഒരാളെ കൊല്ലാൻ കൊണ്ടുകൊടുക്കുന്നതും ശരിയാണോടാ? ചോദ്യങ്ങൾക്കൊപ്പം അടിയും തുടരുകയാണ് മണിവർണ്ണ. കൈകൾ നെഞ്ചിൽ കെട്ടി അവളിൽ നിന്നും കണ്ണെടുക്കാതെ നിൽക്കുകയാണ് ശിവയോഗി. ഒരുപക്ഷെ കർണാടകത്തിൽ വെച്ച് വിവാഹരാത്രിയിൽ താൻ കീഴ്പ്പെടുമെന്നുറപ്പായപ്പോൾ ഭർത്താവിൻ്റെ തലയടിച്ച് പൊട്ടിച്ചപ്പോഴായിരിക്കും ഇവൾക്ക് ഈ ധൈര്യമുണ്ടായതെന്ന് അവന് തോന്നി. അവൾ പറയുന്നതൊക്കെ അഗാധമായ ഒരു കിണറ്റിലെന്ന വണ്ണമാണ് ജബ്ബാർ കേട്ടത്. ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. എന്നെ തല്ലരുതേ എന്ന് അയാൾ യാചിക്കുന്നുമുണ്ട്. ആ ശബ്ദം മണിവർണ്ണയ്ക്ക് പിടികിട്ടുന്നില്ല. അവസാനം മണിവർണ്ണയുടെ കണ്ണുകൾ മുറിയാകെ വട്ടം ചുറ്റി. അവിടെ കിടന്നിരുന്ന ഒരു പഴയ തടിക്കസേര കണ്ണിലൊടുക്കി. എടി വേണ്ട. ശിവയോഗിക്ക് തടയുവാൻ കഴിയും മുൻപേ അവളത് എടുത്തു വരുത്തി. പിന്നെ ജബ്ബാറിൻ്റെ ശിരസിന് ഒറ്റയടി. കസേരയുടെ ഇരിപ്പിടത്തിലെ പലക ചിതറിപ്പോയി. അതിൻ്റെ 2 കാലുകൾ അവളുടെ കയ്യിലായി. ഒട്ടും അമാന്തിച്ചില്ല മണിവർണ്ണ. തടിക്കാലുകൾ കൊണ്ട് ജബ്ബാറിൻ്റെ വലതുകാൽ മുട്ടുകളിൽ ആഞ്ഞാഞ്ഞടിച്ചു. അയാളുടെ ചിരട്ട മുട്ട പിളർന്ന് മുണ്ടിൽ ചോര ചുവപ്പ് പടർന്നു. ഇത്തവണ ശിവയോഗി കുതിച്ചു വന്ന് അവളെ വട്ടം പിടിച്ചു മാറ്റി. ഇങ്ങനെ തല്ലിയാൽ അയാൾ ചത്തുപോകും. പിന്നെ അതിനും നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ? മണിവർണ്ണ ചുണ്ടുകൊട്ടി. ഇവനൊക്കെ കൊടുക്കേണ്ടത് ഇത്തരം ശിക്ഷയാ ശിവ. ഇവനെപ്പോലെയുള്ളവർ ഇങ്ങനെ അതിക്രമത്തിന് മുതിർന്ന ജനങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അവൾ ശക്തിയായിട്ട് കിതച്ചു. ജബ്ബാറിൻ്റെ ശരീരത്തിലേക്ക് കാറിത്തുപ്പി. ഇവനെപ്പോലെ തലതിരിഞ്ഞ പോലീസുകാർക്ക് ഇതൊരു പാഠമായിരിക്കണം. നീതിമാന്മാർക്ക് ഉത്തേജകവും. ജബ്ബാറിനൊരു ചവിട്ടുകൂടി കൊടുക്കണമെന്നുണ്ടായിരുന്നു മണിവർണ്ണയ്ക്ക്. എന്നാൽ അവളെ പുറത്തിറക്കിയിട്ട് ശിവയോഗി മുറിയിലെ ലൈറ്റ് അണയ്ക്കുകയും വാതിൽ കർച്ചീഫ് ചേർത്ത് പിടിച്ച് ചാരിയിടുകയും ചെയ്തു. പോകാമടി. അവളുമായി അവൻ റോഡിൽ വന്നു. ചെരിഞ്ഞു നിന്നിരുന്ന ഒരു മരത്തിൻ ചൂട്ടിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിൽ കയറി. ചിറ്റാർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ചന്ദ്രലാലിൻ്റെ സ്വകാര്യ ജീപ്പായിരുന്നു അത്. ചതുരക്കള്ളിപ്പാറയിൽ നിന്നും മടങ്ങിയ ശേഷം ശിവയോഗിയുടെ നിർബന്ധപ്രകാരം അയാൾ തൻ്റെ ജീപ്പ് ശിവയോഗിയെ ഏൽപ്പിക്കുകയായിരുന്നു. ശേഷം പോലീസിൻ്റെ ബലറോയിൽ ആയിരുന്നു വീട്ടിലേക്ക് പോയത്. ശിവയോഗി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. വൃക്ഷങ്ങൾക്കിടയിലൂടെ മണിയാർ ഡാമിൻ്റെ നിറഞ്ഞു കിടക്കുന്ന വെള്ളം നീല വെളിച്ചത്തിൽ കാണാമായിരുന്നു. റൂമിലെത്തിയപ്പോൾ മണിവർണ്ണ അവനോട് തിരക്കി. എന്നെ കൂടി എന്താ അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? ജബ്ബാറിനോടുള്ള നിൻ്റെ പക മനസ്സിൽ കനലുകളായി കിടക്കുന്നത് ആ കണ്ണിൽ ഞാൻ ദർശിച്ചിരുന്നു. അവൻ ചിരിച്ചു. ആകെ വേർത്തു. എനിക്കൊന്ന് കുളിക്കണം. മണിവർണ്ണ ബാത്റൂമിൽ കയറുവാൻ ഭാവിച്ചു. പക്ഷെ അവൻ തടഞ്ഞു. ഞാനും വേർതിരിക്കുക.
നമുക്കൊന്നിച്ച് കുളിച്ചാലോ? പോടാ വഷള. അവൻ വാതിൽ പെട്ടെന്ന് അടച്ചു. പുറത്ത് ശിവയോഗിയുടെ സ്വരം കേട്ടു. ഇനി എന്തായാലും ഇത്തരം നാടകം വേണ്ട. നാളെ തന്നെ ഞാൻ ചന്ദ്രലാലിനോട് പറയുന്നുണ്ട്. എത്രയും വേഗം നമുക്കൊരു വിവാഹം അങ്ങ് കഴിക്കാം. ശരീരത്ത് വെള്ളം വീഴുന്നതിന് മുൻപ് തന്നെ മണിവർണ്ണയുടെ ഉടലിലൂടെ തണുപ്പിൻ്റെ സൂചികൾ പാഞ്ഞുപോയി. കുമരൻ കുന്നിൻ്റെ താഴ്വാരം. കക്കാട്ടുപുറത്തെ പഴയ പൂമുഖത്തൊരുക്കിയായിരുന്നു പുണ്യകോടിയും അനുചരന്മാരും. ജീവിതത്തിൽ ഇങ്ങനെയൊരു നാണക്കേടുണ്ടായിട്ടില്ല. പുണ്യകോടിക്ക് കലി അടങ്ങുന്നില്ല. ആ എസ്ഐയും കൂട്ടരും കൃത്യസമയത്ത് അവിടെ എത്തിയതാണ് മനസ്സിലാകാത്തത്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടായിരുന്നേ. അയാൾ കുപ്പിയോടെ മദ്യം വായിലേക്ക് ചെരിഞ്ഞു. ജബ്ബാറിൻ്റെ കൂട്ടത്തിൽ വന്നവരും ചാരന്മാരായിരിക്കും കോടിച്ചേട്ടാ, എനിക്കങ്ങനെ തോന്നുന്നത്, സത്താർ പറഞ്ഞു. കുപ്പി ശക്തിയിൽ മേശപ്പുറത്ത് വെച്ചിട്ട് പുണ്യകോടി അമർത്തി മൂളി. എന്തായാലും അവരെ ഞാൻ വിടത്തില്ല ശിവയോഗെ. ഇവിടുന്ന് നമ്മൾ മാറിക്കൊടുക്കാനും പോകുന്നില്ല. പിന്നെ ആ പെണ്ണ്, ജബ്ബാർ സാർ ഇപ്പോൾ അവളെ ഓർത്ത് കിടക്കുകയാവും. ഏത് നേരത്തും നമ്മൾ കൊണ്ടുവല്ലോ എന്ന് കരുതിയിട്ട്. പുണ്യകോടിയുടെ ചുണ്ടിൽ ഒരു വഷളം ചിരി വിടർന്നു. ഇനി അവൾ എനിക്കുള്ളതാടാ, എനിക്ക് മാത്രം. ഏത് പോലീസ് മോൻ ചോദിച്ചാലും കൊടുക്കില്ല ഞാൻ. അവളെ ഞാൻ തമിഴ്നാടിന് കടത്തും. അവളെ വെച്ച് കാശുണ്ടാക്കും. നീയൊക്കെ നോക്കിക്കോ. മറ്റുള്ളവർ ഇടയ്ക്കിടെ ഇരുട്ടിലേക്ക് നോക്കുന്നുണ്ട്, ശിവയോഗ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ എന്ന്. പെട്ടെന്ന് അനുചരിൽ ഒരാൾ ചോദിച്ചത്. അണ്ണാ, ആ എസ് ഐ വരത്തൻ ശിവയോഗിയെ ചേട്ടാ എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. അതെന്താ? ഈ പുരയിടം അവൻ്റേതാണെങ്കിൽ ബന്ധമുണ്ടാവണമല്ലോ. അതല്ലെങ്കിൽ പ്രായക്കൂടുതലുള്ളതിനാലാവും. പുണ്യകോടി വീണ്ടും കുപ്പിയുയർത്തി. അടുത്ത നിമിഷം അവളുടെ സെൽഫോൺ ഇരമ്പി. സത്താർ എടുത്ത് നോക്കി. CI സാറാ. പുണ്യകോടി ഫോൺ വാങ്ങി. ആ പെണ്ണ് എവിടെയെന്ന് ചോദിക്കാനാവും എന്ന് പിറുവിറുത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ആ പറ സാറേ. എന്നാൽ അപ്പുറത്തു നിന്നും കേട്ടത് സിയുടെ ഞരക്കം പോലെയുള്ള നിലവിളി. ഒന്ന് വേഗം വാടാ, എനിക്ക് വയ്യ, കണ്ണും കാണുന്നില്ല, ഞാനിപ്പോൾ ചാകൂടാ. പുണ്യകോടിയുടെ കണ്ണുകളിൽ ഭീതിയും ശിരസിനുള്ളിൽ ഒരു സ്ഫോടനവും ഉണ്ടായി. ദക്ഷിണ കന്നഡക, പുത്തൂർ. കരിക്കളം തറവാട്ടിൽ നിശബ്ദതയായിരുന്നു. മുത്തമ്മയുടെ മുറിയിൽ ഇപ്പോൾ ജോലിക്കാരിയെ കൂടി കൂട്ടിനിട്ടിരിക്കുകയാണ് മകള്. ശിവയോഗിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തതിനാലും മക്കളുടെ ചെയ്തികളോട് തൃപ്തിയില്ലാത്തതിനാലും മുത്തമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്നാണ് അവരുടെ ഭയം. മുത്തമ്മയ്ക്കാണെങ്കിൽ ശിവയോഗിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. അവനോട് അവർക്ക് ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്നാൽ അത് മറ്റുള്ളവർ കണ്ടുപിടിച്ചാലോ എന്നുള്ള സംശയം ബാക്കി. ഏതായാലും അവർ തൻ്റെ വിശ്വസ്തരായ പണിക്കാരെ അയച്ച് ഫോൺ റീചാർജ് ചെയ്യിച്ചു കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങി എന്ന് തീർച്ചയായപ്പോൾ മുത്തമ്മ പണിക്കാരെ വിളിച്ചുണർത്തി. അടുക്കള വാതിൽ വഴി പുറത്തു കടന്ന് കിണറിൻ്റെ ഭാഗത്ത് പോയി നിന്ന് ഫോൺ ചെയ്യാനായിരുന്നു തീരുമാനം. ഇരുവരും ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. അമ്മച്ചി. പെട്ടെന്ന് ജോലിക്കാരി മുത്തമ്മയുടെ കാതിൽ മന്ത്രിച്ചു. ബസവസാറിൻ്റെ മുറിയിൽ വിളിച്ചുകൊണ്ട് ആരോ മെല്ലെ സംസാരിക്കുന്നുണ്ട്. മുത്തമ്മ തിരിഞ്ഞു നോക്കി. ശരിയാണ്, താക്കോൽ പഴുതിലൂടെ വെളിച്ചത്തിൻ്റെ ഒരു പൊട്ട് കടന്നു വരുന്നുണ്ട്. ഒപ്പം അടക്കിയ സംസാരവും. മുത്തമ്മയ്ക്ക് ഒരു ഉൾഭീതിയും സംശയവും തോന്നി. നീ ഇവിടെ തന്നെ നിന്നാൽ മതി, ഞാനിപ്പോൾ വരാം. ശബ്ദം അല്പം പോലും കേൾപ്പിക്കാതെ മുത്തമ്മ ബസവരാജൻ്റെ മുറിവാതിക്കലെത്തി. കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് താക്കോൽ പഴുതിലൂടെ നോക്കി. മുറിയിൽ ബസവരാജും കണ്ണാഭിരാമനും ബസന്തിയുമുണ്ട്. കിടക്കിൽ തുറന്നു വെച്ചിരിക്കുന്ന 3 പെട്ടികൾ. അതിലേക്ക് മൂവരും 2000-ൻ്റെ നോട്ടുകെട്ടുകൾ അടുക്കി വയ്ക്കുകയാണ്. എന്നാലും ധനരാജ് ഇത്രയും രൂപ പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചെന്നാണ് മനസ്സിലാകാത്തത്, കണ്ണാഭിരാമൻ പറയുന്നു. മുത്തമ്മ താക്കോൽ പഴുതിലൂടെ എടുത്തുകാത് ചേർത്ത് പിടിച്ചു. എങ്ങനെ ആയാലെന്താ, ഒരാവശ്യം വന്നപ്പോൾ സഹായിക്കാൻ അവൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബസന്തിയുടെ ശബ്ദം ധനരാജിനോട് കൃതജ്ഞത. ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ശിവയുടെ കാര്യം പറഞ്ഞ് അമ്മ വല്ല കടുങ്കയും ചെയ്താൽ പിന്നെ വീണ്ടും യാത്ര മുടങ്ങി തന്നെ. ബസവരാജ് ഒരു പെട്ടി അടച്ചു വെച്ചു. മുത്തമ്മയുടെ മനമൊന്ന് പിടഞ്ഞു. അപ്പോൾ ലങ്കേഷിന് കൊടുക്കാനുള്ള 50 ലക്ഷമോ? വസന്തി നെറ്റി ചുളിച്ചു. അത് നമ്മൾ അങ്ങ് ചെന്നിട്ട് അയച്ചു കൊടുക്കാമെന്ന് ഞാൻ ധനരാജനോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണാഭിരാമൻ പറഞ്ഞു. അവനെ കാണുന്നില്ലല്ലോ. ബസവരാജ് വാച്ച് നോക്കി. SP അമാവാസ്യയെ കാത്തു നിൽക്കുകയാവും. അതൊക്കെ അവൻ കൃത്യസമയത്ത് എത്തിക്കോളും. വസന്തി പറഞ്ഞതും കരിക്കളം തറവാടിൻ്റെ ഗേറ്റിൽ ഒരു വാഹനത്തിൻ്റെ വെളിച്ചം തെളിഞ്ഞു. അവൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും കൂടി കൂടെ പോകണം.
വസന്തി ഓർമ്മപ്പെടുത്തി. കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിലും മുത്തമ്മ തനിക്ക് കഴിയുന്ന വേഗത്തിൽ ശബ്ദം കേൾപ്പിക്കാതെ ഇരുളിലൂടെ പിൻവാങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ നമ്മളെത്തും. അതുവരെ കേൾക്കുന്നവരെല്ലാവരും കമൻറ്റുകളിൽ രേഖപ്പെടുത്തണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമ്മളെന്നും ആവർത്തിക്കുന്നത് പോലെ ഒരു ഭാഗ്യശാലിക്കായി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ആഴ്ചയുടെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നത് നാളത്തോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഒരാഴ്ചത്തെ വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ആഴ്ചയും നമ്മുടെ കേൾവിക്കാരിൽ ഒരാളെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കും. അതിൽ നിന്നും നമ്മളൊരു വ്യത്യസ്തമായ ഗിഫ്റ്റ് അയാൾക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തിക്കോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൻ്റെ അടുത്ത ബാക്കി ഭാഗമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. വേറൊരു കാര്യം കൂടി, പെട്ടെന്ന് കുറച്ചുകൂടി ഭാഗം കേൾക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക്, 9 മണിവരെ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവർക്ക്, ഇതിൻ്റെ ഒരു 30 സെക്കൻഡുള്ള വീഡിയോ എല്ലാ ദിവസവും രാത്രി 1 മണിക്ക് ഉള്ളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് മെമ്പേഴ്സ് ഓൺലി പാക്കേജ് എന്നുള്ള രീതിയിലും 9 മണിക്ക് ശേഷം അത് നോർമൽ ഫോളോവേഴ്സിനായിട്ടും ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 1 മണിക്ക് തന്നെ കേൾക്കണമെന്നുള്ളവർക്കോ അല്ലെങ്കിൽ രാവിലെ കേൾക്കണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കേൾക്കാം. നിർബന്ധമില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. മെമ്പർഷിപ്പ് പാക്കേജ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ കേൾക്കാം. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.